തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പുതിയ നിയമവിവാദം ഉയർന്നിരിക്കുകയാണ്. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ സത്യപ്രതിജ്ഞകൾ നിയമവിരുദ്ധമാണെന്ന പരാതിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സത്യപ്രതിജ്ഞയിൽ ഉപയോഗിച്ച വാക്കുകളും രീതികളുമാണ് പരാതിക്ക് ആധാരം. അയ്യപ്പൻ, ഭാരതാംബ, ശ്രീരാമൻ തുടങ്ങിയ പ്രത്യേക നാമങ്ങൾ ചേർത്തുള്ള സത്യപ്രതിജ്ഞകൾ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് ഇത് സംബന്ധിച്ച പരാതി സമർപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കൃത്യമായ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. നിലവിലുള്ള നിയമപ്രകാരം സത്യപ്രതിജ്ഞ ദൈവനാമത്തിലല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്ന വാചകത്തിലൂടെയാണ് നടത്തേണ്ടതെന്നാണ് പരാതിയിൽ വിശദീകരിക്കുന്നത്. അയ്യപ്പൻ, ശ്രീരാമൻ തുടങ്ങിയവ ഹിന്ദു ദൈവങ്ങളുടെ പേരുകളാണെന്ന കാര്യം അംഗീകരിച്ചാലും ഓരോ ദൈവങ്ങളുടെയും വ്യക്തമായ പേര് പ്രത്യേകം പരാമർശിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ലെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ദൈവനാമത്തിലെന്ന പൊതുവായ പരാമർശം മാത്രമാണ് നിയമം അനുവദിക്കുന്നതെന്നാണ് അഭിഭാഷകന്റെ വാദം. ഇതിനു പുറമെ സംസ്കൃത ഭാഷയിൽ നടത്തിയ സത്യപ്രതിജ്ഞകളും ചട്ടവിരുദ്ധമാണെന്ന ആരോപണവും പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചട്ടങ്ങളിൽ നിർദ്ദേശിച്ച ഭാഷയും വാചകങ്ങളും കൃത്യമായി പാലിക്കാതെയാണ് സത്യപ്രതിജ്ഞകൾ നടത്തിയതെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധരുമായി സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളെ വീണ്ടും നിയമാനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കണമെന്ന ആവശ്യവും പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതിയുടെ പകർപ്പ് അയച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഏകീകൃത മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കപ്പെടണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത്. നിയമപ്രകാരം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ 30 ദിവസത്തിനുള്ളിൽ ചട്ടപ്രകാരമുള്ള സത്യപ്രതിജ്ഞ നടത്താത്ത പക്ഷം അവരുടെ അംഗത്വം നഷ്ടമാകാമെന്നും നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ പരാതിയിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ഉയർന്നത്.